എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാനും അമ്മയും കൂടെ വെള്ളറട തെക്കൻ കുരിശുമലയിൽ പോയതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഉള്ളത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം 4:30 ആയപ്പോൾ ഇറങ്ങി. ഇപ്പോൾ സമയം 5 മണിയൊക്കെ ആയി. അമ്മയ്ക്ക് സത്യത്തിൽ ഇരുട്ടത്ത് കൂടെ വണ്ടി ഓടിക്കാൻ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ട്രാവൽസ് ഞങ്ങൾക്ക് കൂട്ടായി കിട്ടിയത്. എന്നാൽ അതിന്റെ ബാക്കിലത്തെ ആ ഒരു പിക്ക് കണ്ടോ? ഞങ്ങൾ അങ്ങനെ എത്താറായി. പോകുന്ന വഴി നിറയെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മല കണ്ടു തുടങ്ങിയേ. ദേ ലൈറ്റ് ഇങ്ങനെ വരിയ ഇട്ടിരിക്കുന്നത് കണ്ടോ? ആ മല കയറണം നമുക്ക്. ഏകദേശം 5:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. എന്നിട്ട് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പതിയെ നടന്നു തുടങ്ങിയേ. ഇവിടെ ഇപ്പോൾ എല്ലാ കടകളും തുറന്നിട്ടില്ല. എന്നാലും ഈ ഒരു സമയത്ത് വരുന്നതാണ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമുക്ക് ഇവിടെ ഇട്ടിരിക്കുന്ന ലൈറ്റ്സും കാണാം, മല കയറുമ്പോൾ ടോപ്പിൽ നിന്നുള്ള വ്യൂസും കാണാം, തിരിച്ചു വരുമ്പോൾ കടകളും ഓപ്പൺ ആയിരിക്കും. ദേ ആ കാണുന്ന കുരിശ് കാണാമോ? അവിടം വരെ നമുക്ക് കയറണം. കുറച്ചു ദൂരം ദേ ഇതേപോലത്തെ നല്ല നടപ്പാതയുണ്ട്. പക്ഷെ നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ഞാനും അമ്മയും കൂടി അങ്ങനെ കയറിക്കൊണ്ടിരിക്കുവാണേ. 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നേരം വെളുത്തു. ഇനി സൂര്യൻ എത്തുന്നതിന് മുൻപേ ഞങ്ങൾക്ക് അവിടെ എത്തിയിട്ട് തിരിച്ചിറങ്ങണം. നടന്ന് ഫസ്റ്റ് വ്യൂ പോയിന്റിന്റെ അവിടെ എത്തി. ഇവിടത്തെ വ്യൂ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി ടോപ്പിലുള്ള വ്യൂ പറയണ്ടല്ലോ. ഈ സമയത്ത് ഇപ്പൊ മല കയറാൻ വലിയ തിരക്കില്ല. നമ്മളിപ്പോൾ 7ാമത്തെ സ്ഥലത്തെത്തി. ടോട്ടൽ ഇതുപോലെ 14 എണ്ണം ഉണ്ട്. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുവാണ്. കയറും തോറും വഴികളും ദേ ഇങ്ങനെയൊക്കെയാണ്. ഓരോ വ്യൂ പോയിന്റ് കാണുമ്പോഴും കുറച്ചുകൂടെ എനർജി കിട്ടും. കുറെ പേർ നല്ല ഭക്തിയോടെ മല കയറുന്നുണ്ട്. ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അവർ പ്രാർത്ഥിച്ചൊക്കെയാണ് കയറുന്നത്. പക്ഷേ ഞാൻ കയറുന്നത് ഭക്തിയുണ്ട്, പ്ലസ് ട്രിപ്പ് മൂഡ്, പ്ലസ് ഒരു എക്സർസൈസ് കിട്ടാൻ, പ്ലസ് ഫുഡ് അടിക്കാൻ, പ്ലസ് ഷോപ്പിങ്ങും. ഞാൻ ടോപ്പ് എത്തുന്നത് വരെ ഒരു തുള്ളി വെള്ളവും ഞാൻ കുടിക്കില്ല എന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ മല കയറി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ആ ടൈമിൽ ഞാൻ ടയേർഡായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. എന്നാൽ ഞാൻ ഒരു തുള്ളി വെള്ളവും പോലും കുടിക്കാതെ ടോപ്പ് വരെ എത്തി ഗൈസ്. എപ്പോഴും അങ്ങനെയാണ്. ഞാൻ എന്നെ കൊണ്ട് എന്ത് പറ്റില്ല എന്ന് വിചാരിക്കുന്നുവോ അത് എന്നെ കൊണ്ട് പറ്റും. അതാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ഏകദേശം എത്താറായേ. കുറച്ചു ദൂരം അവരുടെ പോലെ കയറിട്ടിട്ടുണ്ടായിരിക്കും. വ്യൂ പോയിന്റ്സ് എല്ലാം ഇവിടെ അടിപൊളിയാണെങ്കിലും നിറയെ പ്ലാസ്റ്റിക് വേസ്റ്റ്. ഇതൊക്കെ പിന്നീട് ആരെങ്കിലും ക്ലീൻ ചെയ്യുമോ ഇല്ലേന്നൊന്നും അറിയില്ല. വേറൊരു കാര്യം, ഈ തെക്കൻ കുരിശുമല തീർത്ഥാടനം മാർച്ച് 30 മുതൽ ഏപ്രിൽ 6 വരെയും പിന്നീട് പെസഹ വേഴത്തിന് ദുഃഖവെള്ളിക്ക് മാത്രമാണ്. അതായത് ഏപ്രിൽ 17, 18 തീയതികളിൽ. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ദിവസങ്ങളിൽ ഈ കച്ചവടക്കാരുടെ കാര്യം അവർക്കത് ബുദ്ധിമുട്ടായിരിക്കില്ലേ? അത് എന്തുകൊണ്ടാണ് തീർത്ഥാടനം ഇങ്ങനെ വെക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. അല്ലെങ്കിൽ പെസഹ വേഴം ദുഃഖവെള്ളിയുള്ള ആ ഒരു വീക്ക് ഫുള്ളായിട്ട് വെക്കാൻ പറ്റില്ലേ? ചിലപ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. ഫൈനലി ഞാൻ എങ്ങനെ ടോപ്പ് എത്തി. ഞാനും അമ്മയും ഏകദേശം അരമണിക്കൂറോളം അവിടെ ഇരുന്നിട്ട് ഏകദേശം 8 മണിയോടെ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും അവിടെ നല്ല തിരക്കായി തുടങ്ങിയേ. തിരിച്ചിറങ്ങാൻ ഈസി ആണെങ്കിലും തലേ ദിവസം മഴ പെയ്തിട്ട് മണ്ണ് നനഞ്ഞു കിടക്കുവാണേ. അപ്പോ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ചറുക്കും. ഇതുവരെയ്ക്ക് ഞാൻ വെള്ളം ഒന്നും കുടിച്ചില്ലേ. ഇനി താഴോട്ട് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കഴിച്ചും കുടിച്ചും അങ്ങ് എത്തണം. പിന്നെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇതുപോലെ ഭിക്ഷക്കാർ ഇരിക്കുന്നത് കാണാം. ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് തന്നെ തനിയെ മല കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ കയറി കാണും? അല്ലെങ്കിൽ ആരെങ്കിലും ചുമന്നുകൊണ്ട് വന്നായിരിക്കും. എന്തായാലും ഇവരുടെ കാര്യം കഷ്ടമാണ്. ഈ മഴയും വെയിലും ഒക്കെ സഹിക്കണ്ടേ. നമുക്കിനി കഴിച്ചു തുടങ്ങാം. ഞാൻ ഫസ്റ്റ് കഴിച്ചത് ഈ ഒരു സാധനമാണ്. എനിക്കിതിൻ്റെ പേരറിയില്ല. പക്ഷെ പൈനാപ്പിളും ബനാനയും ഒക്കെ ഇട്ടൊരു സാധനം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങിയപ്പോൾ ദേ ഒരു ഐസ് കഴിച്ചു. ദേ ഇവരെയൊക്കെ കണ്ടോ സാധനങ്ങൾ ചുമന്നു കൊണ്ടുപോകുന്നത്? ശരിക്കും സമ്മതിക്കണം. ഐസ് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പാൽ പായസവും കുടിച്ചേ. ഏകദേശം താഴേക്ക് എത്താറായി ഞങ്ങളിപ്പോ.
അടുത്തൊരു കടയിൽ കയറിയിട്ട് ദോശ കഴിച്ചേ. ദോശയ്ക്ക് പക്ഷെ നല്ല പുളിപ്പായിരുന്നു. പക്ഷെ അവിടെ നിന്ന് കിട്ടിയ കട്ടൻ സൂപ്പറായിരുന്നു. നമ്മളിപ്പോൾ ഏകദേശം ഇങ്ങ് താഴെ എത്തിയേ. അപ്പോൾ നിറയെ ബാഗ് വിൽക്കാൻ വെച്ചിരുന്നു. ഇത് ഒന്നിന് 100 രൂപയുള്ളോയേ. മനുഷ്യകുലത്തിനോടുള്ള ദൈവസ്നേഹം പൂർണ്ണമായും ദൃശ്യമായത് കാൽവരിയിലെ മരക്കുരിശിലാണ്. ദേ അരവണ, ഇതിന്റെ കട്ട ഫാനാണ് ഞാൻ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. പിന്നീട് നിറയെ ഷോപ്പിംഗ് ആയിരുന്നേ ഞങ്ങള്. മുദ്രകുത്തി പുറത്താക്കിയിരുന്നു. ഇങ്ങനെ സമൂഹത്തിൽ എന്നിട്ട് ഒരു കുലിക്ക് സർബത്തും കുടിച്ചിട്ട് ഞാനും അമ്മയും കൂടെ ഒരു പെറ്റ് ഷോ കാണാൻ പോയേ. ഇത് കുരിശുമല പാർക്കിങ്ങിന്റെ അവിടെയായിട്ടാണ് ഉണ്ടായിരുന്നത്. ഒരാൾക്ക് ടിക്കറ്റ് 30 രൂപയാണ്. ഒരുപാട് വെറൈറ്റി ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നേ. എനിക്ക് മിക്കതിന്റെ പേരറിയില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അയ്യോ, കടിക്കുമല്ലോ ചെയ്യോ അമ്മ? പാവം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കുരിശുമലയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ബൈ.